ഹായ്, വെൽക്കം ടു ആസ്ക് ജീന. പുതിയൊരു സ്പോക്കൺ ഹിന്ദി ഇൻ മലയാളം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിലെ പല പല സ്റ്റേജിലും നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാറില്ലേ? അതിപ്പം കാഷ്വലായിട്ടായാലും ഫോർമലായിട്ടായാലും ആ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഹിന്ദിയിൽ നമുക്ക് എങ്ങനെ പറയാം എന്ന് നോക്കാം. ബിഫോർ ദാറ്റ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ആ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുക. അപ്പം സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു 8 ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 8 ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ 8 പോയിന്റ്സ് ബേസ് ചെയ്ത് നമ്മൾ എല്ലായിടത്തും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ആളോട് സംസാരിക്കുകയും നമ്മൾ അവരുടെ പേര് ചോദിക്കും, അല്ലെങ്കിൽ അവർ നമ്മുടെ പേര് ചോദിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല, നമ്മുടെ പേര് പറയും, നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ജോലിനെ പറ്റി പറയും. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഒരു ഫോർമൽ ഇൻ്റർവ്യൂ, ലൈക്ക് ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ പേര്, നമ്മുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയും, നമ്മുടെ പ്രൊഫഷൻ ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയണം, പിന്നെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും, നമ്മുടെ ഹോബീസൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഈ എല്ലാ പോയിന്റ്സും വെച്ച് നമ്മൾ എല്ലാ സിറ്റുവേഷനിലും എല്ലാവരോടും ഇത് പറയണമെന്നില്ല. ബേസ്ഡ് ഓൺ നമ്മുടെ കാഷ്വൽ ടോക്കാണോ ഫോർമൽ ടോക്കാണോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആണ് ഗ്രീറ്റിംഗ്. ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യും. അതിപ്പം ഇപ്പോഴത്തെ ഒരു വേ ഓഫ് ടോക്കിംഗ് വെച്ച് നമ്മൾ ഹായ്, ഹലോ പറയാറുണ്ട്. ഇത് കൂടാതെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ നമസ്തേ എന്ന് പറയാം. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് പേര്, നമ്മുടെ പേര്. ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുവാണ് ആപ്കാ നാം ക്യാ ഹെ അല്ലെങ്കിൽ തുമ്ഹാരാ നാം ക്യാ ഹെ എന്നാണെങ്കിൽ നമ്മൾ 2 രീതിയുണ്ട് പേര് പറയാൻ. ഒന്ന്, എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറയണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ രേഷ്മ എന്നാണ്. സോ നമുക്ക് പറയാം മേരാ നാം രേഷ്മ ഹെ. ഇനി എൻ്റെ പേര് രാഹുൽ ആണ് എന്ന് പറയണമെങ്കിലോ മേരാ നാം രാഹുൽ ഹെ. മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മേരാ നാം എന്നേ വരും. മേര എന്നുള്ളത് മേരി എന്നാവില്ല. മേരാ നാം രേഷ്മ ഹെ അല്ലെങ്കിൽ മേരാ നാം രാഹുൽ ഹെ. മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മേര. ഇനി ഇതിനെ വേറെ രീതിയിൽ പറയണമെങ്കിൽ ഐ ആം രാഹുൽ, ഞാൻ രാഹുൽ ആണ് എന്ന് പറയണമെങ്കിൽ മേ രാഹുൽ ഹൂ. ഇനി ഞാൻ രേഷ്മയാണ് എന്ന് പറയണമെങ്കിൽ മേ രേഷ്മ ഹൂ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ പറയാം. എൻ്റെ പേര് ഇന്നതാണ്, മേരാ നാം രേഷ്മ ഹെ അല്ലെങ്കിൽ രാഹുൽ ഹെ. അതല്ല, ഞാൻ രാഹുൽ ആണ് അല്ലെങ്കിൽ ഞാൻ രേഷ്മയാണ് എന്നാണെങ്കിൽ മേ രാഹുൽ ഹൂ അല്ലെങ്കിൽ മേ രേഷ്മ ഹൂ. ഇനി ചില കേസസിൽ നമുക്ക് ഈ ഫുൾ സെൻറ്റൻസ് പറയേണ്ടി വരില്ല. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞാൽ മതി. ഒരാൾ നമ്മളോട് ചോദിക്കുക അപ്കാ നാം ക്യാ ഹെ, നമ്മൾ നമ്മുടെ പേര് മാത്രം പറയണമെങ്കിൽ ജീന അല്ലെങ്കിൽ രേഷ്മ അല്ലെങ്കിൽ രാഹുൽ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി മൂന്നാമെന്ന് പറയുന്ന പോയിന്റ് ആണ് പ്ലേസ്. നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മുടെ സ്ഥലം ഏതാണ് എന്ന്. അപ്പം ഒരാൾ നമ്മളോട് ചോദിക്കുവാണ് ആപ് കഹാ സേ ഹേ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ മേ കേരള സേ ഹൂ അല്ലെങ്കിൽ മേ ഡൽഹി സേ ഹൂ എന്ന് പറയാം. അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അങ്ങനെ തന്നെ പറയുക. ഈ കാഷ്വൽ ടോക്കൊക്കെ ആണെങ്കിൽ ആ സെൻറ്റൻസ് വേണമെങ്കിൽ ഒന്ന് വെട്ടിക്കുറിച്ച് ജസ്റ്റ് സ്ഥലം മാത്രം പറയണമെങ്കിൽ കേരള സേ അല്ലെങ്കിൽ ഡൽഹി സേ അല്ലെങ്കിൽ മുംബൈ സേ എന്ന് ഷോർട്ടാക്കി പറയാം. ഇനി അവർ നമ്മളോട് ചോദിക്കുവാണ് കേരള മേ കഹാ പേ, അതായത് കേരളത്തിൽ എവിടെ എന്ന് ചോദിക്കുവാണെങ്കിൽ ഫർദർ നമുക്ക് പറയാം, ഒന്നല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസ് പറയാം കേരള മേ എറണാകുളം സേ അല്ലെങ്കിൽ കേരള മേ കൊല്ലം സേ. ഇനി അതല്ല, അത് ഷോർട്ടാക്കി പറയണമെങ്കിൽ എറണാകുളം സേ അല്ലെങ്കിൽ കൊല്ലം സേ. ഇനി നാലാമത്തെ പോയിന്റ് ആണ് ഏജ്, നമ്മുടെ വയസ്സ്. ഈ ഏജിൻ്റെ കാര്യം നമ്മളിപ്പോൾ എല്ലാവരോടും പറയണം എന്നില്ല. ചില ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ നമ്മുടെ ഏജ് പറയും, ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ ഏജ് പറയേണ്ടി വരും അല്ലേ? അപ്പം അങ്ങനത്തെ കേസസിന് മാത്രം ഇത് പറയുക. എനിക്ക് 30 വയസ്സാണ് എന്ന് പറയണം. എനിക്ക് 30 വയസ്സാണ് എന്ന് പറയണമെങ്കിൽ മേ 30 സാൽ കി ഹൂ. ഞാൻ ഫീമെയിൽ ആയതുകൊണ്ട് കി ഹൂ. മെയിലാണെങ്കിൽ മേ 30 സാൽ കാ ഹൂ എന്ന് പറയുക. അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിൽ പറയാം, എൻ്റെ വയസ്സ് 30 ആണ് എന്ന് പറയണമെങ്കിൽ മേരി ഉമ്ര 30 സാൽ ഹെ, എൻ്റെ വയസ്സ് 30 ആണ് എന്ന് പറയാം.
ഇനി നമുക്ക് നമ്പേഴ്സ് അറിയില്ല, ലൈക്ക് ഇടയിലുള്ള ഒരു നമ്പറാണ്, ഫോർ എക്സാമ്പിൾ 37, 47 അല്ലെങ്കിൽ 26 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ मैं 26 साल की हूँ അല്ലെങ്കിൽ मैं 37 साल का हूँ. की ഫോർ ഫീമെയിൽ, കാ ഫോർ മെയിൽ. അപ്പം നമ്പേഴ്സ് നമുക്ക് ആ സമയത്ത് പറയാൻ അറിയില്ലെങ്കിൽ ആ നമ്പർ മാത്രം ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമില്ല. അഞ്ചാമത്തെ പോയിന്റ് ആണ് ക്വാളിഫിക്കേഷൻ. നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ എവിടെയാണ് പറയുക? നമ്മൾ കാഷ്വലായിട്ടൊരു യാത്രയെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ജോലി റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ പറയാറുണ്ട്. സോ അതെങ്ങനെ പറയും? ഞാൻ ബി.കോം പഠിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ബി.കോം കഴിഞ്ഞതാണ് എന്ന് പറയണമെങ്കിലോ मैंने बी.कॉम किया है, मैंने एम.कॉम किया है. ഇനി ആ ഒരു ഡിഗ്രി പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ടോപ്പിക് ബേസ് പറയണമെങ്കിൽ ഫോർ എക്സാമ്പിൾ मैंने BA में സോഷ്യോളജി किया है എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. ആറാമത്തെ പോയിന്റ് ആണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി. ഫാമിലി എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ പരിവാർ എന്ന് പറയും. ഫാമിലിയാണ് പരിവാർ. അപ്പം നമ്മുടെ പരിവാറിനെ പറ്റി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ 5 പേരുണ്ട് എന്ന് പറയണമെങ്കിൽ मेरे परिवार में 5 सदस्य है. मेरे परिवार में 5 सदस्य है. 5 സദസ്യങ്ങളാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ 5 പേരാണോ ഉള്ളത് എന്ന് പറയണമെങ്കിലോ हमारे घर में 5 सदस्य है അല്ലെങ്കിൽ हमारे घर में 5 लोग हैं എന്ന് പറയാം. ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രൊഫഷൻ പറയണമെങ്കിൽ എങ്ങനെ പറയാം? ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ ഒരു മെക്കാനിക്കാണ്, എൻ്റെ അച്ഛനൊരു മെക്കാനിക്കാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊരു ഫാർമറാണ് എന്ന് പറയണമെങ്കിലോ മേരെ പിതാജി ഏക് മെക്കാനിക് ഹെ അല്ലെങ്കിൽ മേരെ പിതാജി ഏക് കിസാൻ ഹെ. കിസാൻ എന്ന് വെച്ചാൽ ഫാർമർ. അമ്മേനെ പറ്റി പറയണമെങ്കിൽ മേരി മാ ഏക് ഹൗസ് വൈഫ് ഹെ, എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. അതല്ല എൻ്റെ അമ്മ ഒരു ടീച്ചറാണ് എന്ന് പറയണമെങ്കിലോ മേരി മാ ഏക് ശിക്ഷിക ഹെ അല്ലെങ്കിൽ അധ്യാപിക ഹെ. അതും അല്ലെങ്കിൽ ടീച്ചർ ഹെ എന്നും പറയാം. ഇത് കൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെക്കാളും എൽഡർ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരെ പറ്റിയും ഇതുപോലെ തന്നെ മേരാ ഏക് ബഡാ ഭായി ഹെ അല്ലെങ്കിൽ മേരി ഏക് ബഡി ബഹൻ ഹെ എന്ന് പറയാം. പിന്നെ അവർ ചെയ്യുന്ന പ്രൊഫഷനും ഇതുപോലെ തന്നെ പറയുക. ഏഴാമത്തെ പോയിന്റ് ആണ് ലാംഗ്വേജ്, നമുക്കറിയാവുന്ന ഭാഷകൾ. ഇതും നമുക്ക് എല്ലായിടത്തും പറയേണ്ട ആവശ്യമില്ല. ഇൻ്റർവ്യൂസിൻ്റെ കേസസിലൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. എൻ്റെ മാതൃഭാഷ മലയാളമാണ്. मेरी मातृभाषा मलयालम है. എനിക്ക് 4 ഭാഷ അറിയാം. मुझे 4 ഭാഷായേ ആती है. ഇനി നമുക്ക് ഇന്ന ഭാഷയൊക്കെ അറിയാം എന്ന് പറയണമെങ്കിലോ मैं മലയാളം, ഹിന്ദി और गुजराती बोल सकती हूँ. മേലാണെങ്കിൽ बोल सकता हूँ. അല്ലെങ്കിൽ मैं മലയാളം, ഹിന്ദി, ഗുജറാത്തി में बात कर सकता हूँ അല്ലെങ്കിൽ बात कर सकती हूँ. എട്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ ഹോബി. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ പറയണമെങ്കിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. മുझे യാത്ര करना बहुत पसंद है. എനിക്ക് പടം വരയ്ക്കുന്നത് ഇഷ്ടമാണ്. मुझे चित्र बनाना पसंद है. എനിക്ക് ഓൺലൈൻ ഗെയിംസ് കളിക്കാൻ ഇഷ്ടമാണ്. मुझे ऑनलाइन गेम खेलना पसंद है. ഇതുപോലെ വേറെയും നിങ്ങൾക്ക് ഏതാണ് ഹോബീസ് ഉള്ളത് അത് ഇതേപോലെ തന്നെ പറയാം. ഇനി ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഞാൻ സെൻറ്റൻസ് പറയാം. नमस्ते, मेरा नाम रेशमा है. मैं केरला से हूँ. केरला में मैं एर्नाकुलम से हूँ. അല്ലെങ്കിൽ കേരള में मैं एर्नाकुलम में रहती हूँ. എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്. मेरी उम्र 27 साल है. എൻ്റെ വയസ്സ് 27 ആണ്. അല്ലെങ്കിൽ मैं 27 साल की हूँ. मैंने M.Com किया है. मेरे परिवार में 4 लोग हैं. എൻ്റെ പരിവാറിൽ, എൻ്റെ ഫാമിലിയിൽ 4 പേരുണ്ട്. मेरे पिताजी एक किसान है. मेरी माँ एक हाउसवाइफ है. मुझे 4 ഭാഷായേ आती है. അല്ലെങ്കിൽ मैं मलयालम, हिंदी, गुजराती और तमिल में बात कर सकती हूँ. മേലാണെങ്കിൽ सकता हूँ. मुझे യാത്ര करना बहुत पसंद है. ജോബ് റിലേറ്റഡ് ആണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇതും കൂടി പറയുക. ബസ് ഇത്നാ ഹി മേരെ ബാരെ മേ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നെ പറ്റി. ബസ് ഇത്നാ ഹി മേരെ ബാരെ മേ. ശുക്രിയ അല്ലെങ്കിൽ ധന്യവാദ്. അപ്പം ഈ 8 പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
പക്ഷേ ഈ 8 പോയിന്റ്സ് നമ്മൾ എല്ലായിടത്തും പറയണം എന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. പിന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഈ വീഡിയോ സേവ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും ഖാओ പിയോ മസ്ത് രഹോ എന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുമെന്ന്. ബൈ.